ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വാൾ ഡെക്കറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബാമ്പു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട. ഇതിന് പകരമായിട്ട് നമുക്ക് പേപ്പർ യൂസ് ചെയ്തിട്ട് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാമ്പു സ്റ്റിക്കിൻ്റെ സൈസ് ടോട്ടലായിട്ട് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് 15 സെൻറ്റിമീറ്റർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് 15 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കത്തി യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം എൻ്റെ കയ്യിൽ ഈ കത്തി അല്ലാണ്ട് വേറെ ഒന്നും കട്ട് ചെയ്തെടുക്കാനുണ്ടായിട്ടില്ല. കത്തിക്കാണെങ്കിലും മൂർച്ചയും ഉണ്ടായിട്ടില്ല. ഉരച്ചുരച്ച് കൈ കടഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ കുട്ടികളൊക്കെയാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ കൊണ്ട് ഒന്ന് കട്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ 15 സെൻറ്റിമീറ്ററിൽ 6 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും പല സൈസിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 13 സെൻറ്റിമീറ്ററിലുള്ള 2 കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 6.5 സെൻറ്റിമീറ്ററിൽ ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 19 സെൻറ്റിമീറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് 24 സെൻറ്റിമീറ്ററിലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പല സൈസിലായിട്ട് ടോട്ടലി 11 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് പിന്നെ നമുക്ക് ഗ്ലൂ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ 15 സെൻറ്റിമീറ്ററിലുള്ളത് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് 24 സെൻറ്റിമീറ്ററിലുള്ളത് വെച്ച് കൊടുക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് അതിൻ്റെ താഴെ 13 സെൻറ്റിമീറ്ററിലുള്ളത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ 15 സെൻറ്റിമീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 13 സെൻറ്റിമീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ വെക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്ലൂവും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആറാമതും ഏഴാമതും ആയിട്ട് 15 സെൻറ്റിമീറ്ററിൽ വി ഷേപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എട്ടാമതായിട്ട് വീൻ്റെ താഴിലായിട്ട് ഒരു 19 സെൻറ്റിമീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒമ്പതാമതായിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും താഴെയായിട്ട് വീണ്ടും ഒരു 15 സെൻറ്റിമീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് 11ാമതായിട്ട് 6.5 സെൻറ്റിമീറ്ററും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നല്ലോണം ഒന്ന് സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ വീൻ്റെ അവിടെ മാത്രം കണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ ശരിക്കും സ്റ്റിക്കായി നിൽക്കുന്നുണ്ടായിട്ടില്ല. അത് ഒറ്റൊരു പീസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ അറ്റത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. വീണ്ടും കത്തി യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ നാരൊക്കെ കളയാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞു. ഇത് ഞാൻ വാളിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ വേറെ ആയിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്, കാരണം ആ വി അവിടെ ശരിക്കും നിൽക്കുന്നുണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തു വാളിലേക്ക്. ഇനി ഇതിലേക്ക് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാളിലേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓയും വിയും ഞാൻ വേറെ വേറെ ആയിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഓരോ ബാമ്പു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ എന്തായാലും നമുക്ക് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് ഈ രീതിയിൽ കിട്ടിയാൽ മാത്രം പോരെ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. താങ്ക് യു.